വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈം ലിമിറ്റാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയ ടൈമുകളുണ്ടല്ലോ, എത്ര ദിവസത്തിനകം എന്നുള്ള അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓഡിറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ച് കാണാറുള്ള ഭാഗമാണത്. സോ അത് മാത്രം നമുക്ക് ടൈം ലിമിറ്റ് മാത്രം, ഓഡിറ്റിൻ്റെ ഭാഗത്തെ ടൈം ലിമിറ്റ് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് പറയുന്നത് 63 സെക്ഷൻ 63 5A ആണ്. 5Aയിൽ എന്താ പറയണത്? ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാർ ടു റിവൈസ്, അമെൻഡ് ഓർ അപ്ഡേറ്റ് ദ ഓഡിറ്റ് മാനുവൽ എവറി 5 years ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 63(5)(a)യിലാണത് പറയുന്നത്. അപ്പോൾ അത് ഏത് സെക്ഷനുമായി കണക്ട് ചെയ്യണം എന്നും കൂടി ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും കേട്ടോ. 63(5)(a)യിൽ പറയുന്നുണ്ട്, ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ DCA ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാർ ടു റിവൈസ്, അമെൻഡ് ഓർ അപ്ഡേറ്റ് ദ ഓഡിറ്റ് മാനുവൽ എവറി 5 years ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഓഡിറ്റ് മാനുവൽ എവറി 5 years കൂടുമ്പോൾ റിവൈസ് ചെയ്യണം, അമെൻഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അത് ഓർത്തിരിക്കണം. 63(5)(a) ഓർത്തിരിക്കണം. പിന്നെ DCAയുടെ ഡ്യൂട്ടിയാണ് അത് എന്ന്. അപ്പോൾ ആരാണ് റിവൈസ് ചെയ്യേണ്ടത്? DC ആണ് റിവൈസ് ചെയ്യേണ്ടത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാർ. സോ ഈ 3-4 പോയിൻറ്റുകളും കൂടി അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 63(4) വരുന്നത്. 63 പ്രൊസീജിയറിനനുസരിച്ചിട്ടാണ് നമ്മൾ സെക്ഷൻ വൈസ് നോക്കിയിട്ടല്ല ഓർഡർ ചെയ്തിട്ടുള്ളത്, ചെയ്യുന്ന പ്രൊസീജിയർ വൈസ് ആണ് നമ്മളത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി 63(4) വരുമ്പം സെക്ഷൻ 63(4) എന്താ പറയണത്? ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി ഓഡിറ്റഡ് വിത്തിൻ 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ടു വിച്ച് സച്ച് അക്കൗണ്ട്സ് റിലേറ്റ്. സൊസൈറ്റിയുടെ പണിയാണ് അല്ലേ. എല്ലാ സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം എന്ത് ചെയ്യണം? സൊസൈറ്റി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് സൊസൈറ്റിയുടെ ജോലിയാണ്. സോ അവിടെ വരുന്ന ഒരു ടൈം പഠിക്കേണ്ടത് 6 മാസമാണ്, 6 months ആണ് അവിടെ പഠിക്കേണ്ടത്. അടുത്ത പോയിന്റിൽ നോക്കുകയാണെങ്കിൽ അതും 63 സബ്സെക്ഷൻ 4 തന്നെയാണ് പറയണത്. ദോസ് സൊസൈറ്റീസ് വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ്. അതിപ്പോൾ അമെൻഡ് ചെയ്തപ്പം കൂടുതലായിട്ട് കൂട്ടിച്ചേർത്ത പോയിൻ്റാണ്. ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സൊസൈറ്റീസ് ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദാറ്റ് പർപ്പസ് ഷാൾ ബി ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ഓഡിറ്റർ വിത്തിൻ 3 months. അവിടെ പറയുന്നത് 3 months ആണ് കേട്ടോ. വിത്തിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന സംഘങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അവർ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂലി സർട്ടിഫൈ ചെയ്തിട്ട് ഓഡിറ്റർക്ക് സമർപ്പിക്കേണ്ടത് വിത്തിൻ 3 monthsനകമാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 64(4) തന്നെ വീണ്ടും ഒരു പോയിന്റ് പറയുന്നുണ്ട്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് റിക്വയർഡ് ബൈ ഓഡിറ്റർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഓഡിറ്റർക്ക് നൽകാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റിയാണ്. അതിൻ്റെ കാലാവധി വിത്തിൻ 1 month ആണ്. 1 month തന്നെ പഠിക്കണം. ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആൻഡ് സബ്മിറ്റ് ഇറ്റ് ബിഫോർ മാനേജിങ് കമ്മിറ്റി. എന്നിട്ട് ആളെന്താ ചെയ്യുന്നത്? ആൾ സ്വയം ഓഡിറ്റർക്ക് കൊണ്ടുപോയി കൊടുക്കുകയല്ല ചെയ്യുക, മാനേജിങ് കമ്മിറ്റി മുമ്പാകെ സമർപ്പിക്കുന്നു. ആൻഡ് ദ ഫാക്ട് ഷാൾ ബി, അതും നോട്ട് ചെയ്യണം കേട്ടോ. ദ ഫാക്ട് ഷാൾ ബി റിപ്പോർട്ടഡ് ടു ദ DCA. എന്നിട്ട് വേഗം DCAനെ അറിയിക്കണം, ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് മാനേജിങ് കമ്മിറ്റി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർ ടു ദ പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ്. ചിലപ്പോൾ നേരിട്ട് DCAക്ക് കൊടുക്കണമെന്നില്ല, DCA മുഖാന്തരമുള്ള ഒരു ഓഡിറ്റർക്കായിരിക്കാം ആൾ അറിയിക്കേണ്ടത് കേട്ടോ. സോ അതാരാണോ ആ ആൾക്ക്. അതുകൊണ്ട് 64(4) അത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് റിക്വയർഡ് ബൈ ഓഡിറ്റർ ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വിത്തിൻ 1 month ആർക്ക് സമർപ്പിക്കുകയാണ്? മാനേജിങ് കമ്മിറ്റി മുമ്പാകെയാണ് സമർപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ ഫാക്റ്റ് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം? അങ്ങനൊരു ചോദ്യം ചോദിക്കാം. DCAക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതും ഒന്ന് ഓർത്തിരിക്കാം. ഓർ ടു ദ പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ്, അല്ലെങ്കിൽ ഓഡിറ്റർ, അവർ തീരുമാനിച്ച ഓഡിറ്റർ. അടുത്തതും 64(4)(a) വരുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ. 4A വരുന്ന ഒരു പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിങ് കമ്മിറ്റി ഓഫ് എവറി സൊസൈറ്റി ടു എൻഷുർ, ആക്യുറസി ഉറപ്പുവരുത്തേണ്ടത്. ആക്യുറസി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്യുറസി ഉറപ്പുവരുത്തേണ്ടത് ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആരാണ് ഉത്തരമായിട്ട് വരിക? മാനേജിങ് കമ്മിറ്റിയാണ് ആക്യുറസി ഉറപ്പുവരുത്തേണ്ടത് കേട്ടോ.
അതൊന്ന് നോട്ട് ചെയ്യണം. മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്യുറേറ്റ് ആണോ എന്ന് നോക്കേണ്ടത് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. സോ അത് പഠിക്കണം. അതിൻ്റെ കൂടെയുള്ള പോയിൻ്റാണ് ഈ 4A ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്മിറ്റി ടു സബ്മിറ്റ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഓഡിറ്റ് വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ ഓഡിറ്റർ. ഓക്കെ, വിത്തിൻ 15 days. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സബ്മിറ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള എബവ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെ മുകളിൽ പറഞ്ഞ പോലെ കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റിന് വേണ്ടി കിട്ടിയിട്ടുള്ളത് വിത്തിൻ 15 daysനകം ആർക്ക് സബ്മിറ്റ് ചെയ്യണം? കിട്ടിയിട്ട് 15 daysനകം ബിഫോർ ദ ഓഡിറ്റർ, ഓഡിറ്റർക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടത് ആരാണ്? കമ്മിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 64-5 എന്താ പറയണത് നോക്കാം. 64(5) ഇതൊക്കെ സെക്ഷനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സെക്ഷൻ 64(5) എന്തു പറയുന്നു? 5 പറയണത് ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 63 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഓഡിറ്റർ അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേംസ്, ഇവർ 3 പേരും കണ്ടക്ട് ചെയ്യണവരാണ്. അതും ശ്രദ്ധിക്കണം. ഓഡിറ്റർ ആവാം, ടീം ഓഫ് ഓഡിറ്റർ ആവാം, ഓഡിറ്റിംഗ് ഫേംസ് ആവാം. ഇവരെല്ലാം ഓഡിറ്റ് നടത്തുന്ന അതോറിറ്റീസ് തന്നെയാണ്. സോ ഷാൾ ബി കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിത്തിൻ 90 days 90 ദിവസത്തിനകം. അപ്പം നമ്മൾ മാനേജിങ് കമ്മിറ്റി ഓഡിറ്റർക്ക് മുമ്പാകെ സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്ററുടെ ടേബിളിലാണ് അതിരിക്കുന്നത്. അപ്പോൾ പിന്നെ ജോലി ആരുടെയാണ്? ഓഡിറ്ററുടെ ജോലിയാണ്. അത് ഓഡിറ്റർ ആവാം, ടീം ഓഫ് ഓഡിറ്റർ ആവാം, ഓഡിറ്റിംഗ് ഫേം ആവാം. അത് ഏത് കാറ്റഗറി ആണോ അവർ ചെയ്യുന്ന ചുമതല അതിനനുസരിച്ച് മാറിയിരിക്കും. സോ അവരുടെ ടേബിളിലെത്തി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ 90 ദിവസത്തിനകം അവരെന്ത് ചെയ്യണം? വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സബ്മിറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അവർ തിരിച്ച് ആർക്ക്? DCAക്ക്. DCA ആണല്ലോ അവരെന്നെ നിയമിച്ചത്. ഓർ ടു ദ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ്. DCA ആവാം, അല്ലെങ്കിൽ അതിന് താഴെയുള്ള അധികാരപ്പെട്ട ഓഫീസർ ആവാം. അപ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇരിക്കുന്നത് ആരുടെ ടേബിളാണ്? ഓഡിറ്ററുടെ ടേബിളിലാണ്. ഓഡിറ്ററുടെ ടേബിളിലുള്ള ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്ത് 90 daysനകം ആർക്ക് റിപ്പോർട്ട് കൈമാറണം? DCAക്ക് റിപ്പോർട്ട് കൈമാറണം. അപ്പോൾ ഈ ഓഡിറ്റിംഗ് ചെയ്യേണ്ട കാലയളവാണെന്ത്? ആ പ്രോസസ്സ് നടത്തേണ്ടത് വിത്തിൻ 90 days ആണ്. ആരാണ് ചെയ്യേണ്ടത്? ഓഡിറ്റർ ആവാം, ഓഡിറ്റിംഗ് ഫേം ആവാം, അല്ലെങ്കിൽ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആവാം. ഓക്കെ, അതാണ് 64(5) പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റൂളിലേക്ക് കിടക്കുകയാണ്. റൂളിലൊരു പോയിന്റ് കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ റൂളിലെ പോയിന്റ് ഒന്ന് കണക്ട് ചെയ്യണം. റൂൾ 64 ഒരു പോയിന്റ് കിടക്കുന്നുണ്ട്. റൂൾ 64(A) സബ് റൂൾ 2 5ാമത്തെ പോയിന്റ് നമ്മൾ അതുമായി കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. റൂൾ 64(A) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്ററാണ് പറയുന്നത് കേട്ടോ. റൂൾ 64(A) എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്ററാണ്. റൂൾ 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് എന്ന് മാത്രം പറയുന്നതാണ് റൂൾ 64. എന്നാൽ റൂൾ 64(A) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്ററാണ്. ഈ ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന പിന്നെ സബ് റൂൾ 2 കുറേ ഇയാളുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതിന് 5ാമത്തെ പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്, ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഒബ്ലിഗേറ്ററി ഫോർ ആൻ ഓഡിറ്റർ ടു സബ്മിറ്റ് ദ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഒബ്ലിഗേറ്ററി ആയിട്ട് ഒബ്ലിഗേഷൻ ഉണ്ട് ഓഡിറ്റർക്ക് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് വിത്തിൻ 30 days 30 ദിവസത്തിനകം 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിനകം അല്ലേ. Even though no statutory penalty has been laid down in the Act that the defaulting auditor shall not be entitled to avail the exemption provided in Section 106 of the Act എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 30 ദിവസം നിങ്ങൾ ഓർത്തിരിക്കണം. ഈ 30 ദിവസം ആരുടെ ഒബ്ലിഗേഷനാണ്? ഓഡിറ്ററുടെ ഒബ്ലിഗേഷനാണ് കേട്ടോ. ഓഡിറ്ററുടെ ഒബ്ലിഗേഷനാണ്. ആർക്ക് സബ്മിറ്റ് ചെയ്യണം? ആളുടെ ഒരു മേലധികാരി ഉണ്ടാവുമല്ലോ, ആ മേലധികാരിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് വിത്തിൻ 30 days 30 ദിവസത്തിനകം. ഈ ഓഡിറ്റർ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം എന്ത് ചെയ്യണം? പണി കഴിഞ്ഞെന്ന് വെച്ചാൽ 90 daysനകമാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള തുടർന്ന് വരുന്ന 30 ദിവസത്തിനകം ഓഡിറ്റർ ഒബ്ലിഗേറ്ററി ആണ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട്
from the date of completion of the audit of the society, even though no statutory penalty has been laid down in the act, that defaulting auditorക്ക് 106 പ്രകാരമുള്ള എക്സെപ്ഷൻസ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് 106 എന്ന് കൂടി നോക്കാം. ഇമ്മ്യൂണിറ്റി ഫോർ ആക്ട്സ് ഡൺ ഫോർ പെർപ്പറേറ്റിംഗ് ടു ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 106 സെക്ഷൻ 106 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് ഈ വീഴ്ച വരുത്തുന്ന ഓഡിറ്റർക്ക് നിയമത്തിലെ 106 പറഞ്ഞിട്ടുള്ള ഒരു ഇളവും ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കില്ല എന്നാണ് പറയണത്. ഈ 106 പറയണത് ഇമ്മ്യൂണിറ്റി ഫോർ ആക്ട്സ് ഡൺ ഫോർ പെർപ്പറേറ്റിംഗ് ടു ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസത്തോടെ അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യം, ആ കാര്യത്തിനെതിരെ വരുന്ന ഒരു എന്താ പറയുക, നല്ല വിശ്വാസത്തോടെയാണ്, പക്ഷെ അതിന് വരുന്ന ഒരു പ്രതിരോധത്തെക്കുറിച്ചിട്ടാണ് ഈ 106 പറയുന്നത്. ഈ ആക്റ്റിലെ ചട്ടങ്ങളിലെയോ ഉപനിയമങ്ങളിലെയോ വ്യവസ്ഥകൾ പ്രകാരം നല്ല വിശ്വാസത്തോടെ ആളെന്തെങ്കിലും ചെയ്തു, നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയുടെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട സർക്കാരാണെങ്കിലും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്കെതിരെ പ്രോസിക്യൂഷനോ നിയമ നടപടിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയണതാണ് എന്ത്, ഈ ഒരു 106. അപ്പോൾ ഈ ഒരു ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ആക്ടിന് കീഴിൽ ആൾക്ക് കിട്ടേണ്ട ഒരു ഉത്തമ വിശ്വാസത്തോടെ ചെയ്യും എന്ന് വിചാരിച്ച് ഈ കൊടുക്കുന്ന ഒരു പരിഗണന ആൾക്ക് ലഭിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. 106 പ്രകാരം കിട്ടേണ്ട പരിഗണന ലഭിക്കില്ല ഈ വിത്തിൻ 30 ഡേയ്സിനകം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 30 ഡേയ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സെക്ഷനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവിടെ കണക്ട് ചെയ്യേണ്ട റൂള് അത് മാത്രമേ ഉള്ളൂ. റൂള് ഡേയ്സ് ആണ് കേട്ടോ. ടൈം ലിമിറ്റിൽ പറയുമ്പോൾ ഡേയ്സ് ആ വിത്തിൻ 30 ഡേയ്സ് ഇതിൻ്റെ അകം നോക്കണം. അപ്പോൾ ഓഡിറ്ററുടെ ടേബിളിൽ വന്നു, ഓഡിറ്റർ 90 ദിവസത്തിനകം ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 30 ദിവസത്തിനകം ആൾ എന്തു ചെയ്തു, ആളുടെ സുപ്പീരിയർ ഓഫീസർക്ക് കൊടുത്തു. ഇനി നെക്സ്റ്റ് സുപ്പീരിയർ ഉദ്യോഗസ്ഥനായ DCAയുടെ ടേബിളിലെത്തി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ ആലോചിക്കാം. അങ്ങനെ 64(4)B ആണ് അവിടെ. 64(4)Bയിൽ എന്താ പറയണത്, വിത്തിൻ 45 ഡേയ്സ് 45 ദിവസത്തിനുള്ളിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട്, ഇയാൾ കൊടുത്ത ഈ ഒരു താഴെ നിന്നുള്ള ഓഡിറ്റർ കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ട് സ്വീകരിച്ച് 45 ദിവസത്തിനകം DCA ഷാൾ ഇഷ്യൂ ആൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ടു ദ കൺസേൺഡ് സൊസൈറ്റി വിത്ത് എ കോപ്പി ഓഫ് ഓഡിറ്റ് മെമ്മറാണ്ടം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. കൂടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ എന്തും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓഡിറ്റ് മെമ്മറാണ്ടവും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒരുമിച്ചാണ് കൊടുക്കുക കേട്ടോ. രണ്ടും ഒരുമിച്ചൊരു ബണ്ടിലായിട്ടാണ് പോവുക, ഒരു ബുക്കായിട്ടാണ് പോവുക. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്ലസ് ഓഡിറ്റ് മെമ്മറാണ്ടം കൂടിയാണ് ഈ ഒരു വിത്തിൻ 45 ഡേയ്സ്. ആ 64(4)B ഒന്ന് ഓർത്ത് വയ്ക്കണം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രൊസീജിയർ വരുന്നത് 64(7) ആണ് കേട്ടോ. 64(7) സെക്ഷൻ തന്നെയാണ് അവിടെ പറയുന്നത്. 64(7)ൽ എന്ത് വരുന്നു നോക്കാം. ഓക്കെ, 64(7)ൽ പറയുന്നത് ദ ഫീ ഓർ കോസ്റ്റ്. അപ്പം ആരും ഫ്രീ ആയിട്ടൊരു പണിയും ചെയ്യില്ല അല്ലേ, എല്ലാറ്റിനും എന്ത് വേണം, ഫീസ് അടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫീ ഓർ കോസ്റ്റ്, അതായത് ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഓഡിറ്റർ, കൺകറൻറ്റ് ഓഡിറ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് ഓഡിറ്റ് കോസ്റ്റാണ് പേ ചെയ്യുക, അത് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം. അപ്പോൾ അതാണ് ഓഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഷാൾ ബി പെയ്ഡ് ബൈ ദ സൊസൈറ്റി കൺസേൺഡ് വിത്തിൻ 30 ഡേയ്സ് ഓഫ് ഇൻറ്റിമേഷൻ. ഇത്തരത്തിലൊരു ഇൻറ്റിമേഷൻ ലഭിച്ച് 30 ദിവസത്തിനകം 30 ഡേയ്സ് ഓഫ് ഇൻറ്റിമേഷൻ. ഓക്കെ, 30 ഡേയ്സ് ഓഫ് ഇൻറ്റിമേഷൻ thereof ആൻഡ് ഇൻ കേസ് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ് വിത്തിൻ പീരിയഡ്. ഈ പീരിയഡിനകം അടച്ചില്ലെങ്കിൽ ഇറ്റ് ഷാൾ ബി അത് റിക്കവർ ചെയ്തെടുക്കും. സെക്ഷൻ 79 പ്രകാരം റിക്കവർ ചെയ്തെടുക്കും. അതിനുള്ള ഒരു ക്ലോസും കൂടി ഉണ്ട്. ഓർ ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ അക്കൗണ്ട് മെയിൻറ്റെയിൻ, ഫിനാൻസിങ് ബാങ്ക് ഒന്ന് പിടിച്ചെടുക്കും ത്രൂ ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അപ്പോൺ ദ റിക്വസ്റ്റ് ഫ്രം ദ DCAയോട് റിക്വസ്റ്റ് ചെയ്ത് രജിസ്ട്രാർ ഒരു ഓർഡർ പാസ്സാക്കും. എന്നിട്ട് ആ ഓർഡർ വെച്ചിട്ട് ഇവർക്കത് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഓക്കെ, ആ ഫീ ഓർ കോസ്റ്റ് ഷാൾ ബി പെയ്ഡ് ബൈ ദ സൊസൈറ്റി കൺസേൺഡ് വിത്തിൻ 30 ഡേയ്സ് ഓഫ് ഇൻറ്റിമേഷൻ thereof ആൻഡ് ഇൻ കേസ് നോൺ പേയ്മെൻ്റ് ആണെങ്കിൽ സെക്ഷൻ 79 പ്രകാരം പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ 64-9 പറയുന്നത് കേട്ടോ. 64-9 എന്താ പറയണത് വെച്ചാൽ, ഇവിടെയും ഇപ്പം നമ്മുടെ ഓഡിറ്റിങ് ഏകദേശം ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു, സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടും ചെയ്തു. അപ്പോൾ ഓഡിറ്റിങ് ഏകദേശം തീരുമാനമായി.
ഇനി വരുന്നത് ഇഫ് ദ റിസൾട്ട് ഓഫ് ദ ഓഡിറ്റ് ഹെൽഡ് അണ്ടർ ദി സെക്ഷൻ ഡിസ്ക്ലോസസ്, എന്തെങ്കിലും ഡിഫക്റ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദ കമ്മിറ്റി ഷോൾ ടേക്ക് സ്റ്റെപ്പ് എടുക്കണം, അല്ലേ, അത് റെക്ടിഫൈ ചെയ്യാൻ. ഈ ഡിഫക്ട്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് പോയിൻ്റ് ഔട്ട് ഇൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് എടുക്കേണ്ട ഉത്തരവാദിത്തം കമ്മിറ്റിക്കാണ്. ഓക്കെ. ആൻഡ് ദ പ്ലേസ്, ഈ ഓഡിറ്റ് റിപ്പോർട്ട് അലോങ് വിത്ത് ആക്ഷൻ, എന്തൊക്കെ ആക്ഷൻ ടേക്കൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ജനറൽ ബോഡിക്ക് മുമ്പാകെ വെക്കണം. ടു ബി ഹെൽഡ് എവറി ഇയർ, എല്ലാ വർഷവും വെക്കണം. ആൻഡ് എക്സ്പ്ലെയിൻ ദെയറിൻ ദ സെറ്റ് ഡിഫക്ട്സ് ആൻഡ് ഇറഗുലാരിറ്റീസ്, അതിനെക്കുറിച്ചൊരു ചർച്ചയും വേണം. The committee shall continue to take steps for rectification of all the defects and the irregularities in the audit report until all the defects and irregularities are rectified. എന്ന് ആ മൊത്തം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുവോ അതുവരെ എല്ലാ വർഷവും അവരെന്ത് ചെയ്യണം, ഈ ഡിഫക്ട്സിനെ കുറിച്ചും അതിനെടുത്ത സ്റ്റെപ്പുകളെ കുറിച്ചിട്ടുമുള്ള ഒരു ഒരു അവലോകനം വേണം. ദ കമ്മിറ്റി ഷാൾ സെൻഡ് എ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക കേട്ടോ. കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ഈ DCAക്ക് സമർപ്പിക്കണം. DCAക്ക് മാത്രമല്ല രജിസ്ട്രാർക്കുണ്ട്. സോ അങ്ങനൊരു ക്വസ്റ്റ്യനും വരാം. സൊസൈറ്റി ഈ കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് ആക്ഷൻ സബ്മിറ്റ് ചെയ്യുന്ന 2 അതോറിറ്റികൾ ആരൊക്കെയാണ്, അങ്ങനെയും വേണമെങ്കിൽ വരാം. അപ്പോൾ അത് ഒന്ന് DCA ആണ്, ഒന്ന് രജിസ്ട്രാറാണ്. അങ്ങനെയും ചോദിക്കാം. അല്ലാച്ചാൽ സമയപരിധി വേണമെങ്കിൽ ചോദിക്കാം, വിത്തിൻ 15 days. അപ്പോൾ രണ്ടും ചോദിക്കാം കേട്ടോ. രണ്ടും ഓർത്ത് വയ്ക്കണം. ദ കമ്മിറ്റി ഷാൾ സെൻഡ് എ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ടേക്കൺ ടു ദ DCA ആൻഡ് ടു ദ രജിസ്ട്രാർ വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി നടന്ന് 15 ദിവസത്തിനകമാണ് ഈ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അവർ എടുക്കുന്ന സ്റ്റെപ്പുകൾ അതാത് മുറയ്ക്ക് ആരെ അറിയിക്കണം, DCAനെയും രജിസ്ട്രാറേയും അറിയിക്കണം. പിന്നെ കൂടാതെ ഈ ഒരു റിപ്പോർട്ട് ജനറൽ ബോഡിയിൽ പാസ്സാക്കണം എന്നുള്ളതും ഓർത്തു വയ്ക്കണം ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടോ. ഇതൊക്കെ പറയുന്നത് 64-9 കേട്ടോ. അടുത്തത് പിന്നെ ഏകദേശം റിപ്പോർട്ടുകളൊക്കെ വന്നു, അത് അനലൈസ് ചെയ്തു, ആക്ഷൻസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞു, DCയോടും രജിസ്ട്രാറിനെയൊക്കെ ബോധ്യപ്പെടുത്തി. ഇനി ചെയ്യേണ്ടത് 64-12 സെക്ഷൻ 64-12 എന്താ പറയണമെന്ന് വെച്ചാൽ അതിൽ ആയിട്ടുള്ള പോയിന്റ് പോയിന്റിലാണ് പറയുന്നത് ടു റെക്ടിഫൈ ഓൾ ദ ഡിഫക്ട്സ് മെൻഷൻഡ് ഇൻ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലുള്ള ഡിഫക്ട്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാം റെക്ടിഫൈ ചെയ്താൽ ആൻഡ് ടു സബ്മിറ്റ് ദ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഓൺ ദ ഡിഫക്ട്സ് മെൻഷൻഡ് ഇൻ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ടു ദ DCA ആൻഡ് ടു ദ രജിസ്ട്രാർ വിത്തിൻ 2 months ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം 2 മാസ കാലയളവിനുള്ളിൽ ഇവർ ഇത് ജനറൽ ബോഡി കൂടി സ്റ്റെപ്പുകളൊക്കെ അറിയിക്കുക. ആദ്യം സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുക്കുക, അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, അവർ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് തയ്യാറാക്കണം. ആ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന കാലയളവാണ് പറയുന്നത് വിത്തിൻ 2 months ആണ് കേട്ടോ. വിത്തിൻ 2 months ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. കമ്മിറ്റി കൂടി റെക്ടിഫിക്കേഷൻസിനുള്ള ആദ്യം സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുക്കണം. അത് 2 കൂട്ടർക്കും കൊടുക്കണം. ഗവൺമെൻറ്റിനും കൊടുക്കണം, DCAക്കും കൊടുക്കണം. അല്ല, ഗവൺമെൻറ് അല്ല, രജിസ്ട്രാറിനും കൊടുക്കണം, DCAക്കും കൊടുക്കണം. മാറിപ്പോരുത് കേട്ടോ. കമ്മിറ്റി ഷോൾ സെൻഡ് റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, DCAക്കും കൊടുക്കണം, രജിസ്ട്രാറിനും കൊടുക്കണം. നമുക്ക് ഇവിടെ ഗവൺമെൻറ് വരുന്നില്ല. DCAക്കും കൊടുക്കണം, രജിസ്ട്രാറിനും കൊടുക്കണം വിത്തിൻ 15 days. അത് കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് തയ്യാറാക്കണം, ഒറിജിനൽ റിപ്പോർട്ട് തയ്യാറാക്കണം. ഡിഫക്ട്സ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനെതിരെ ഞങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ അറിയിച്ചിട്ട് അതും കോപ്പറേറ്റീവ് DCAക്കും രജിസ്ട്രാർക്കും കൊടുക്കേണ്ട കാലയളവാണ് വിത്തിൻ 2 months എന്ന് പറഞ്ഞിട്ടുള്ളത്. 2 മാസത്തിനുള്ളിൽ വിത്തിൻ 2 months ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നടപടിക്രമങ്ങൾ പറയുന്നത്. നടപടിക്രമങ്ങളിൽ ഒരു ഡേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത്രയാണ് നമ്മുടെ നടപടിക്രമങ്ങൾ വരുന്നത്. സോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒഴിവാക്കാനൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്ത് ഒഴിവാക്കാനൊന്നുമില്ല, എല്ലാം പഠിക്കണം. അപ്പോൾ 5 വർഷം ഓഡിറ്റ് മാനുവലിന് റിവൈസ് ചെയ്യാനും അമെൻഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യുന്നതും 5 വർഷം കൂടുമ്പോഴാണ്. പിന്നെ അക്കൗണ്ട്സ് ഓഫ് എവറി ഓഡിറ്റ് ചെയ്ത് 6 മാസം അല്ലേ, 6 മാസത്തിനുള്ളിൽ സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഓഡിറ്റ് നടത്തേണ്ടതാണ്. 3 മാസത്തിനകമാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യണം, ഡ്യൂലി സർട്ടിഫൈ ചെയ്ത് ഓഡിറ്റർക്ക് കൊടുക്കേണ്ടതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതർ സ്റ്റാറ്റ്യൂട്ടറി 1 മാസത്തിനകം വിത്തിൻ 1 മന്തിനകം ആരാ തയ്യാറാക്കേണ്ടത്, ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കുന്നു. ആളത് മാനേജിംഗ് കമ്മിറ്റി മുമ്പാകെ വയ്ക്കുന്നു. ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, DCAക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. മാനേജിംഗ് കമ്മിറ്റി അത് 15 ദിവസത്തിനകം ആർക്ക് കൊടുക്കുന്നു, ഓഡിറ്ററുടെ ടേബിളിൽ എത്തിക്കുന്നു. ഓഡിറ്റർ അത് 90 ദിവസത്തിനകം എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യുന്നു. ഓഡിറ്റ് ചെയ്തതിന് ശേഷം ആളാണ് ഒബ്ലിഗേറ്ററി
ആൾക്കാണ് ഒബ്ലിഗേഷൻ ഉള്ളത്. 30 ഡേയ്സിനകം അത് ഓഡിറ്റർക്ക് DCAക്ക് കൊടുക്കണം. DCA അത് 45 ദിവസത്തിനകം വിത്തിൻ 45 ഡേയ്സിനകം വേഗം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്ലസ് ഓഡിറ്റ് മെമ്മറാണ്ടം രണ്ടും കൂടി സൊസൈറ്റിക്ക് അയക്കുന്നു. സൊസൈറ്റി അത് ഇൻറ്റിമേഷൻ കിട്ടിയതിന് 30 ദിവസത്തിനുള്ളിൽ വേഗം കോസ്റ്റ് ഓഫ് ഫീയോ എന്താ വെച്ചാൽ അടയ്ക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഉള്ളത് എന്തെങ്കിലും സ്റ്റെപ്പുകൾ എടുക്കാനുണ്ടെങ്കിൽ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ആർക്ക് DCAക്കും രജിസ്ട്രാർക്കും 15 ദിവസത്തിനുള്ളിൽ അറിയിക്കുന്നു. 15 ദിവസത്തിനുള്ളിൽ അറിയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന 2 മാസത്തിനുള്ളിൽ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് DCAക്ക് മുമ്പാകെയും രജിസ്ട്രാർക്ക് മുമ്പാകെയും സമർപ്പിക്കുകയും വേണം. അപ്പോൾ ഇത് ടൈം ലിമിറ്റാണ്. ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടൈം ലിമിറ്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു നല്ലൊരു ടോപ്പിക്കാണ്. നിങ്ങളിതിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കളയരുത് കേട്ടോ. മാക്സിമം പഠിക്കുക, നോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്